ഹലോ. അപ്പോൾ നമ്മൾ നോക്കാൻ പോണത് നമ്മുടെ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും പ്രോബബിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇത് തന്നെ പരീക്ഷയ്ക്ക് വരുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? സോ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളുടെ ഒരു കളക്ഷനാണ് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ശ്രദ്ധിക്കാം. സോ ഫസ്റ്റ് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ആൻ എലമെന്റ് ഈസ് ഗിവൺ ഇൻ ടു വേസ്. ഒരു എലമെന്റിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ രണ്ട് രീതിയിൽ തന്നിരിക്കുകയാണ്. 1s2 2s2 2p6 3s2 3p6 3d4. നിങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധ ഈ അവസാനത്തേക്ക് കൊണ്ടുവന്നേ 3d4 4s2. ഇതോ 3d5 4s1. ഒന്നുകൂടെ ക്ലിയർ ആവുന്ന ഇതിൽ നോക്കും. 3d4 4s2 3d5 4s1. നിങ്ങൾ എവിടെയും ഈ സാധനം പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. ക്രോമിയത്തിന്റെ കോപ്പറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ വളരെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് അല്ലേ? ക്രോമിയത്തിന്റെ എന്താണ്? ക്രോമിയത്തിന്റെ കോപ്പറിലെ എന്താ വ്യത്യാസം? അവസാനത്തെ ഷെല്ലില് 3D നോക്കെ, ഡി സബ് ഷെല്ലിൽ എപ്പോഴും 10 ഇലക്ട്രോൺസോ 5 ഇലക്ട്രോൺസോ ഇരിക്കുന്നതാണ് കൂടുതൽ സ്റ്റേബിൾ. ഫുൾഫിൽഡ് ആവുന്നതോ ഹാഫ് ഫിൽഡ് ആവുന്നതോ കൂടുതൽ സ്റ്റേബിൾ. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യും? എസ് ഇരിക്കുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യും? അങ്ങോട്ട് കൊണ്ടുപോകും. സോ 3d4 4s2 ആണ് സ്റ്റേബിൾ, 3d5 4s1 ആണ്. അഫ്കോഴ്സ് എന്താണ്? 3d5 4s1 ആണ് സ്റ്റേബിൾ. ഓക്കെ അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക. ചില മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസ് നൽകിയിരിക്കുന്നു, ചില മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നേക്കുന്നു. ഓക്കെ, സോ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീലിയം 2s2 2p5, ക്യൂ എന്ന് പറഞ്ഞാൽ നിയോൺ 3s2 3p4, ആർ എന്ന് പറഞ്ഞാൽ ആർഗൺ 3d7 4s2, എസ് എന്ന് പറഞ്ഞാൽ ആർഗൺ 4s1. ക്യൂ എന്ന് പറയുന്ന മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ എഴുതാനാണ് ചോദിച്ചിരുന്നത്. വാട്ട് ഇസ് ആൻ അറ്റോമിക് നമ്പർ ഓഫ് ക്യൂ? എന്ത് ചെയ്താൽ മതിടാ? എടാ, ഇത് മനസ്സിലാക്കി വെച്ചേക്കാം നിങ്ങൾ. ഹീലിയം എന്ന് പറഞ്ഞ അറ്റോമിക് നമ്പർ 2 ആണ്. നിയോൺ എന്ന് പറഞ്ഞ അറ്റോമിക് നമ്പർ 10 ആണ്. ആർഗൺ എന്ന് പറഞ്ഞ അറ്റോമിക് നമ്പർ 18. ഇത് എപ്പോഴും ഓർത്തിരിക്കാം. ഓക്കെ, ഹീലിയം എന്ന് പറഞ്ഞത് ഇവിടെ നിങ്ങൾ രണ്ടിടത്തും വായിക്കാം. 2 2 + 2 4 4 + 5 9. ഇതിന്റെ 9 ആണ്. ഓക്കെ, നിയോൺ എന്ന് പറയുമ്പോൾ എത്ര വായിക്കണം? 10. സോ 10 10 + 2 12 12 + 4 16. ആർഗൺ എന്ന് പറയുമ്പോൾ 18. ഓക്കെ, 18 18 + 2 എത്ര? 20 20 + 7 27. ഇതിന്റെ അറ്റോമിക് നമ്പർ 27. ആർഗൺ 18 18 1 19. കണ്ടോ? കണ്ടോ? അപ്പൊ ക്യൂവിന്റെ അറ്റോമിക് നമ്പർ എത്ര? 16 ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏത്? നമുക്കറിയാം. ഈ ക്വസ്റ്റ്യൻ മിക്കവാറും വരുന്നത് ഫ്ലൂറിന്റെ കേസിലാണ്. ക്വസ്റ്റ്യൻ മിക്കവാറും വരുന്നത് ഫ്ലൂറിന്റെ കേസിലാണ്. അപ്പോൾ ഫ്ലൂറിൻ ഏതാന്ന് നോക്കിയപ്പോൾ ഇതിനകത്ത് ഫ്ലൂറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ 9 ആണ്. നമുക്കറിയാം പീരിയോഡിക് ടേബിൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള എലമെന്റ് ഫ്ലൂറിൻ ആണ്. ഓക്കെ അല്ലെ? ഹാലജന്റെ ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കാണിക്കുന്നത്. ആദ്യം ഫ്ലൂറിൻ ആണ്, പിന്നെ ഓക്സിജൻ ആണ്, പിന്നെ ഹാലജന്റെ ഫാമിലിയുള്ള ബാക്കി ആൾക്കാരാണ്. ഓക്കെ, മിക്കവാറും ക്വസ്റ്റ്യൻ ചോദിക്കുക ഫ്ലൂറിന്റെ കേസിലാണ്. അപ്പോൾ ഏതാണ് ഫ്ലൂറിൻ എന്ന് പറഞ്ഞ അറ്റോമിക് നമ്പർ? പി ആണ്. അറ്റോമിക് നമ്പർ 9 പി. ലോഹീയ സ്വഭാവം കൂടുതലുള്ള മൂലകം ഏത്? ലോഹീയ സ്വഭാവം കൂടുതലുള്ള മൂലകം ഏത്? മെറ്റാലിക് ക്യാരക്ടർ കൂടുതലുള്ള മൂലകം ഏത്? മെറ്റാലിക് ക്യാരക്ടർ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അയാൾ എവിടെ ആയിരിക്കും? എസ് ബ്ലോക്കിലായിരിക്കും. സോ എസ് ബ്ലോക്കിലുള്ള ആരാൻ തപ്പ്? എടാ, ഇത് എസ് ബ്ലോക്ക് ആണോ? ഇല്ല. എസിന്റെ ഇപ്പുറത്ത് ആര് വരുന്നുണ്ട്? ഡി വരുന്നുണ്ട്. സോ ഇത് ഉറപ്പായിട്ട് എന്തല്ല? എസ് ബ്ലോക്ക് അല്ല. ഇത് എസ് ബ്ലോക്ക് ആണ്, ഇത് എസ് ബ്ലോക്ക് ആണ്. സോ എസ് ആണ് ആൻസർ. ക്യൂ എസ് എന്നീ മൂലകങ്ങൾ ചേർന്നുണ്ടാകുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എഴുതുക. ക്യൂവും എസോടെ ചേർന്നുണ്ടാകുന്ന മൂലകത്തിന്റെ സംയുക്തത്തിന്റെ രാസസൂത്രം. ക്യൂ എന്ന് പറഞ്ഞ അറ്റോമിക് നമ്പർ 16 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുക. 2 8 6. എസ് എസ് എന്ന് പറഞ്ഞാൽ 19. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തൊരു 2 8 8 1. രണ്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ എഴുതണം. 6. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ. സ്റ്റേബിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം? 2 എണ്ണം വാങ്ങണം. -2. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ. സ്റ്റേബിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഒരെണ്ണം കൊടുക്കണം. +1. ആണോ? ആണോടാ? അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? പോസിറ്റീവ് ചാർജുകളാണ് ആദ്യം എഴുതണം. എസ് എന്ന് ഞാൻ ആദ്യം എഴുതി. അടുത്ത എന്താണ്? ക്യൂവിന് രണ്ടാമത് എഴുതുക. ക്യൂവിന് രണ്ടാമത് എഴുതി. ഇനി എസിന്റെ ചാർജ് എത്ര? 1 1 തന്നെ. ക്യൂവിന്റെ ചാർജ് എത്ര? 2. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? S2Q. എന്ത് കിട്ടും? S2Q. ക്ലിയർ ആണോ? S2Q എന്ന് ആൻസർ കിട്ടും. ഓക്കെ, നൈസ്. സോ S2Q. അടുത്ത ക്വസ്റ്റ്യൻ.
കെമിക്കൽ ഫോർമുല ഓഫ് ടു ഡിഫറെന്റ് ക്ലോറൈഡ്സ് ഓഫ് അയൺ ആർ ഗിവൺ ബിലോ. ഫെറസ് ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ FeCl2, ഫെറിക് എന്ന് പറഞ്ഞാൽ FeCl3. ഓക്കെ, ഇൻ വിച്ച് കോമ്പൗണ്ട്സ് അയൺ ഷോസ് +2 ഓക്സിജൻ സ്റ്റേറ്റ്? ഏതിലാണ് അയൺ +2 ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇവിടെ Cl ഓക്സിജൻ നമ്പർ -1 ആണ്. 2 Cl എന്ന് പറയുമ്പോൾ ഇയാൾ -2 ആയിരിക്കും, അപ്പൊ ഇയാൾ +2 ആയിരിക്കും. ക്ലിയർ ആണോ? ഇവിടെ -3 ആയിരിക്കും, ഇവിടെ +3 ആയിരിക്കും. ഇനി നമുക്ക് കാണുമ്പോൾ മനസ്സിലായില്ല എന്ന് വിചാരിക്കും. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്ന മെത്തേഡ് യൂസ് ചെയ്യാം. 9ാം ക്ലാസ്സിൽ പഠിച്ച ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്ന മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, അയൺ ഓക്സിജൻ നമ്പർ ഇവിടെ നമുക്ക് അറിഞ്ഞുകൂടാം. ഞാൻ എന്ത് വിളിച്ചു? X എന്ന് വിളിച്ചു. Cl ഓക്സിജൻ നമ്പർ എനിക്ക് അറിഞ്ഞുകൂടാം. Cl ഓക്സിജൻ നമ്പർ തന്നിട്ടുണ്ട്, എത്ര? -1. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? രണ്ടുകൂടെ കൂട്ടണം. X × 1, ഒരു FeL അതുകൊണ്ട് X × 1 പ്ലസ് Cl ചാർജ് എത്ര? -1. എത്ര Cl ഉണ്ട്? 2 Cl ഉണ്ട്. × 2 = 0 എന്ന് എഴുതണം. ഓക്കെ, X × 1 എന്ന് പറഞ്ഞാൽ X തന്നെയാണ്. X പ്ലസ് -1 × 2 എന്ന് പറഞ്ഞാൽ -2 = 0. ഇനി X = X-നെ മാത്രം ഇവിടെ എടുത്താൽ -2 അപ്പുറം കൊണ്ടുപോകാം. X = അപ്പുറം പോകുമ്പോൾ +2 ആയിട്ട് മാറും. ഓക്കെ ആണോ? അപ്പോൾ ഫെറസ് ക്ലോറൈഡിന്റെ ചാർജ് +2 ആണ്. ഫെറിക്കിന്റെ ചാർജ് എന്തായിരിക്കും? ഇവിടെ ചെയ്ത് നോക്കാം. അറിയാത്ത ആളെ X ആണ്. അറിയാത്ത ആളെ Fe ആണ്. Fe-നെ ഞാൻ എന്ത് വിളിച്ചു? X എന്ന് വിളിച്ചു. Cl -1 ചാർജും കൊടുത്തു. X × 1 പ്ലസ് Cl ചാർജ് എത്ര? -1. -1 × 3 = 0. X പ്ലസ് -3 = 0. X +3. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് +2 ഓക്സിജൻ സ്റ്റേറ്റ് ഉള്ളത് ആർക്കാണെന്നാണ്. +2 ഓക്സിജൻ സ്റ്റേറ്റ് ഉള്ളത് ഫെറസ് ക്ലോറൈഡ് ആണ്. റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Fe3+. Fe3+ന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. ആദ്യം അപ്പോൾ Fe-യുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. Fe എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ 26 അല്ലേ, തന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യനിൽ. അപ്പോൾ എന്ത് വരും? 1s2 2s2 2p6 3s2 3p6 4s2 3d6. ഓക്കെ ആണോ? ഇനി പറ, Fe+3 എന്ന് പറഞ്ഞാൽ എന്തുവാ? 3 ഇലക്ട്രോണെ കളയണം. നിങ്ങൾ ഒരിക്കലും D എന്ന ഇലക്ട്രോണെ കളയരുത്. കാരണം 4s ആണ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ല്. നോക്കടാ, ഇത് 3rd ഷെല്ലാണ്. 4s എന്ന് പറയുമ്പോൾ 4th ഷെല്ല്. അപ്പൊ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഏതാണ്? 4th ഷെല്ല്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? മൊത്തം എത്ര ഇലക്ട്രോൺ കളയണം? 3 എണ്ണത്തിന്. അപ്പൊ S ഇരിക്കണ്ടെണ്ണം ആദ്യം കളയുക. ബാക്കിയുള്ള ഒരെണ്ണം എന്ത് ചെയ്യുക? 3D എന്ന് കളയുക. അപ്പൊ എന്ത് കിട്ടൂടാ? 1s2 2s2 2p6 3s2 3p6 4sലുള്ള ഇലക്ട്രോൺ എല്ലാം പോയി. 3D ഇരുന്ന് ഒരു ഇലക്ട്രോൺ പോയി. അപ്പൊ എന്ത് കിട്ടും? 3d5 കിട്ടും. ഓക്കെ ആണോ? അടുത്ത, വൈ ഡസ് അയൺ ഷോ ഡിഫറെന്റ് ഓക്സിജൻ സ്റ്റേറ്റ്? എന്തുകൊണ്ടാണ് അയൺ ഡിഫറെന്റ് ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? അതിന്റെ ആൻസർ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വൈ ഡസ് ഡി ബ്ലോക്ക് എലമെന്റ്സ് ഓഫ് വേരിയബിൾ ഓക്സിജൻ സ്റ്റേറ്റ് ഇല്ലേ, അത് തന്നെയാണ് അതിന്റെ ആൻസർ. എന്താണ് ഡി ബ്ലോക്ക്? എന്തുകൊണ്ടാണ് വേരിയബിൾ ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? ഡി ബ്ലോക്കിനകത്തുള്ള ഡി സബ്ഷെല്ലിനും എസ് സബ്ഷെല്ലിന്റെയും ഇടയിൽ വളരെ ചെറിയ എനർജി ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ അണ്ടർ ഫേവറബിൾ കണ്ടീഷൻ എസ് സബ്ഷെല്ലിന് എന്ത് ചെയ്യാൻ പറ്റും? റിയാക്ഷനിൽ പങ്കെടുക്കാൻ പറ്റും. ഓക്കെ അല്ലെ? സോറി, ഡി സബ്ഷെല്ലിന് എന്ത് ചെയ്യാൻ പറ്റും? റിയാക്ഷനിൽ പങ്കെടുക്കാൻ പറ്റും. ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ എസ് സബ്ഷെൽ ആൻഡ് ദ penultimate D subshell is very low. So under suitable condition, the electrons in the D subshell can also take place in chemical reaction. സാധാരണ ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാൻ പറ്റിയ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ മാത്രമാണ്. പക്ഷേ ഈ ഒരു ഇതിന്റെ കേസിൽ, ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസിൽ അല്ലെങ്കിൽ എഫിയുടെ കേസിൽ എസിനും ഡിക്കും വളരെ ചെറിയ എനർജി ഡിഫറൻസ് മാത്രം ഉണ്ടായതിനെ കൊണ്ട് തന്നെ ഡിയിലിരിക്കുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പറ്റും? റിയാക്ഷനിൽ പങ്കെടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, two systems at equilibrium are given below. Okay. Which of these reactions as pressure has no effect? കാണുമ്പോൾ തന്നെ അറിയാം ഏതാണ് ആൻസർ. എന്നാലും ഞാൻ ചെയ്ത് കാണിച്ചു തരാം. പ്രഷർ എന്ന വാക്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതിന്റെ മോളിക്യൂൾസിന് എണ്ണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന്റെ മോളിക്യൂൾസ് എണ്ണം എഴുതിക്കേ. N2 plus 3H2 reversibly gives 2NH3. ഇതിനകത്തുള്ള മോളിക്യൂൾസ് എത്രയാണ്? ഇവിടെ ഒരു മോളിക്യൂൾ അല്ലേ ഉള്ളൂ, 1 പ്ലസ് ഇവിടെ എത്ര മോളിക്യൂൾ ഉണ്ട്? 3 റിവേഴ്സിബിളി ഗീവ്സ് ഇവിടെ എത്ര ഉണ്ട്? 2. 4 റിവേഴ്സിബിളി ഗീവ്സ് 2. ഇവിടെ പ്രഷറിന് എഫക്റ്റ് ഉണ്ട്. ഇത് ഹൈ പ്രഷർ റീജിയനും ഇത് ലോ പ്രഷർ റീജിയനും. ഇവിടെ പ്രഷർ കൂടുതലും ഇവിടെ പ്രഷർ കുറവാണ്.
ക്ലിയർ ആണോ? ഓക്കെ. അടുത്ത 2HI gives H2 plus I2. ഓക്കെ ആണോ? നോക്കി ഇവിടുത്തെ മോളിക്യൂൾസ് എത്ര? 2 റിവേഴ്സിബിളി ഗീവ്സ് Hന്റെ എത്ര? 1 plus 1. So 2 റിവേഴ്സിബിളി ഗീവ്സ് 2. ഇവിടെ നോക്കടാ, ഇവിടെ രണ്ടിടത്തെയും എന്ത് സെയിം ആണ്? മോളിക്യൂൾസിന്റെ എണ്ണം സെയിം ആണ്. അങ്ങനെ മോളിക്യൂൾസിന്റെ എണ്ണം സെയിം ആയി കഴിഞ്ഞാൽ ഇവിടെ പ്രഷറിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ എഫക്ട് ചെയ്യാൻ പറ്റൂടാ? ഇല്ല. ഇവിടെ ഹൈ പ്രഷറും ലോ പ്രഷറും ഇല്ല. നോക്കേ, വലിയ നമ്പറാണ് ഹൈ പ്രഷർ റീജിയൻ, ചെറിയ നമ്പറാണ് ലോ പ്രഷർ. ഓക്കെ അല്ലേ? സോ ഇവിടെ എന്തില്ല? പ്രഷറിന് എഫക്ട് ഇല്ല. ഇവിടെ പ്രഷറിന് എന്തില്ല? എഫക്ട് ഇല്ല. Why pressure has no effect in this reaction? Because the number of molecules are equal. Okay. How do the following affect the amount of product obtained in the reaction? Question ശ്രദ്ധിച്ചു വായിക്കുക. How do the following factors affect the amount of product obtained in the reaction? റിയാക്ഷൻ ഉണ്ടാവുന്ന പ്രോഡക്റ്റിന്റെ അളവിനെ എങ്ങനെ ബാധിക്കുന്നു വെച്ചേക്കുന്നത്? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും അല്ല ചോദിച്ചേക്കുന്നത്, റിയാക്ഷനിൽ ഉണ്ടാവുന്ന പ്രോഡക്റ്റിന്റെ അളവിനെ എന്ത് ബാധിക്കുന്നു ചോദിച്ചേക്കുന്നത്. നോക്കോ, ഇൻക്രീസ് ദ ടെമ്പറേച്ചർ. ഓക്കെ അല്ലേ? ടെമ്പറേച്ചർ കൂട്ടുന്നു. ഇവിടുത്തെ കേസാണോ ഇവിടുത്തെ കേസാണോ? നമുക്ക് രണ്ടും ചെയ്ത് നോക്കാം. ഓക്കെ, ടെമ്പറേച്ചർ കൂട്ടുന്നു. ഇവിടെ ആണ് ഹീറ്റ് ഉള്ളത്. ഓക്കെ, ഇവിടെ ഹീറ്റിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. സോ ടെമ്പറേച്ചർ കൂട്ടുന്ന കാര്യം ഇവിടുത്തെ ഇതുമായിട്ട് അപേക്ഷിച്ചാണ് പറഞ്ഞത്. ഓക്കെ, ടെമ്പറേച്ചർ കൂട്ടുന്നു. ഓക്കെ, ഇവിടെ ഇല്ലേടാ ഹീറ്റ് ഉള്ളത്, അപ്പൊ ഇവിടെ ആയിരിക്കും ടെമ്പറേച്ചർ കൂടുതൽ. ഇവിടെ ഇല്ലേ ഹീറ്റ് കുറവ്? അല്ലെ, ഹീറ്റ് ഇല്ലാത്ത ഇവിടെ അല്ലേ, അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ കുറവായിരിക്കും. അപ്പൊ ഞാൻ ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞാൽ സിസ്റ്റം എന്ത് ചെയ്യാൻ നോക്കൂടാ? അക്കോർഡിംഗ് ടു ലേ ഷാർലെ പ്രിൻസിപ്പിൾ, ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞാൽ സിസ്റ്റം എന്ത് ചെയ്യാൻ നോക്കും? ടെമ്പറേച്ചർ കുറയ്ക്കാൻ നോക്കും. ടെമ്പറേച്ചർ കുറയ്ക്കണമെങ്കിൽ ഇതാ ഹീറ്റ് ഉള്ളിടത്തോട്ട് പിന്നെയും പോകണോ, അതോ ഹീറ്റ് ഇല്ലാത്തടത്തോട്ട് പോകണോ? ഹീറ്റ് ഇല്ലാത്തടത്തോട്ട് വരണ്ടേടാ. ഹീറ്റ് ഇല്ലാത്തടത്തോട്ട് വരണ്ടേ? ഹീറ്റ് ഇല്ലാത്തടത്തോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരണ്ടേ? ഇങ്ങോട്ട് വരുന്ന റിയാക്ഷൻ, ബാക്കിലോട്ട് വരുന്ന റിയാക്ഷൻ ഏതാ? ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇവിടെ ഉണ്ടാവുന്നത് റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസ്. പക്ഷേ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? എമൗണ്ട് ഓഫ് പ്രോഡക്റ്റിനെ എങ്ങനെ ബാധിക്കുന്നു വെച്ചേക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക, ഒരു സാധനം ഫോർവേഡ് റിയാക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് കൂടുതൽ ചെയ്യുന്ന നോക്കി. ഇതാണ് പ്രോഡക്റ്റ്, ഇതാണ് പ്രോഡക്റ്റ്. ഒരു സാധനം ഫോർവേഡ് പോവുകയാണെങ്കിൽ പ്രോഡക്റ്റ് അളവ് എന്ത് ചെയ്യും? കൂടുതൽ ചെയ്യുന്നത്. ഒരു സാധനം ബാക്കിലോട്ട് പോവുകയാണെങ്കിലോ ഈ ഇരിക്കുന്ന പ്രോഡക്റ്റ് അളവ് എന്ത് ചെയ്യും? കുറയും. ഇവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഡിക്രീസസ്. എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഡിക്രീസ്. ഓക്കെ അല്ലേ? ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് നൈട്രജൻ. നൈട്രജന്റെ അളവ് കൂട്ടി. നൈട്രജന്റെ അളവ് കൂട്ടി. സിസ്റ്റം നൈട്രജന്റെ അളവ് കൂട്ടി. സിസ്റ്റം എന്ത് ചെയ്യാൻ നോക്കും? നൈട്രജന്റെ അളവിനെ കുറയ്ക്കാൻ നോക്കും. നൈട്രജന്റെ അളവ് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഉള്ള നൈട്രജനെ പിടിച്ച് എന്താക്കി മാറ്റിയാൽ മതി? അമോണിയാക്കി മാറ്റിയാൽ മതി. അപ്പൊ എന്ത് റിയാക്ഷൻ നടക്കണം? ഫോർവേഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിന് അളവിന് എന്ത് പറ്റും? കൂടും. സോ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ്, ഇത് എ ആണ്, ഇത് ബി ആണ്. എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് increases. Amount of product increases. അടുത്ത, electrolysis of molten sodium chloride is conducted. Okay, which are the ions present in the molten sodium chloride? Molten sodium chloride nathulla ions ആരൊക്കെയാടാ? Na പ്ലസും Cl മൈനസും ആണ്. Okay, which gas is liberated at the positive electrode during electrolysis? പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുമ്പോൾ ആരാടാ? കോഡ് എഴുതി നോക്ക്, കോഡ് എഴുതി നോക്ക്. നമ്മൾ ഗാൽവനിക് സെല്ല്, സോറി, ഇലക്ട്രോളിക് സെല്ല് പഠിച്ച കോഡ് എന്തുവാ? ലോപ്പ്. ലോപ്പ്. ഓക്കെ അല്ലേ? ആനോഡ് പോസിറ്റീവ്, ആനോഡ് പോസിറ്റീവ്. സോ പോസിറ്റീവ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ആരാണ്? ആനോഡാണ്. ആനോഡിൽ ഉണ്ടാകുന്ന ഗ്യാസ് ഏതാണ്? ഇങ്ങനെ പഠിച്ചോളാം. അങ്കിൾ എന്ന് ഓർത്തിരിക്കുക. എന്തോർത്തിരിക്കുക? അങ്കിൾ എന്ന് ഓർത്തിരിക്കുക. എന്താ അങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനോഡില് ക്ലോറിൻ. എപ്പോഴും എന്താ ഉണ്ടാവും? ആനോഡിൽ എപ്പോഴും എന്താ ഉണ്ടാവും? ക്ലോറിനെ ഉണ്ടാവും. ആനോഡിൽ എപ്പോഴും ക്ലോറിനെ ഉണ്ടാവത്തുള്ളൂ. അത് ഇനി മോൾട്ടർ ആണെങ്കിലും അക്വസ് ആണെങ്കിലും ആനോഡിൽ എന്താ ഉണ്ടാവുന്നത്? ക്ലോറിൻ. അപ്പോ ആനോഡ് ഉണ്ടാവുന്ന ഗ്യാസ് ക്ലോറിൻ. The chemical equation of the reaction takes place at anode. Anode ഉണ്ടാവുന്ന കെമിക്കൽ റിയാക്ഷൻ എഴുതാം. നിങ്ങൾ എല്ലാവരും പഠിച്ചു കാണും. Cl മൈനസ് പ്ലസ്, സോറി, മൈനില്ല,
ആനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ നടക്കുന്നത്? ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണെ കൊടുക്കുന്ന പ്രോസസ് ആണ്. സോ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? Cl മൈനസ് ഗീവ്സ് Cl+1 ഇലക്ട്രോൺ. Cl സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് ഇൻഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? 2Cl മൈനസ് ഗീവ്സ് Cl2+2 ഇലക്ട്രോൺ. ഓക്കെ അല്ലേടാ? അടുത്ത അനലൈസ് ദ ഗിവൺ കെമിക്കൽ ഇക്വേഷൻ. C12H22O11 കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ കാർബണും 11H2 ആയിട്ട് മാറുന്നു. ഓക്കെ, വിച്ച് ഈസ് ദ ബ്ലാക്ക് സബ്സ്റ്റൻസ് ഫോംഡ്. ഈ റിയാക്ഷൻ കഴിയുമ്പോൾ ഉണ്ടാവുന്ന ബ്ലാക്ക് സബ്സ്റ്റൻസ് എന്താണ്? നമ്മൾ ഈ ഒരു പഞ്ചസാരേനെ സൾഫ്യൂരിക് ആസിഡ് വെച്ച് നമുക്ക് അവസാനം കരി മാത്രമേ കിട്ടത്തുള്ളൂ, അഥവാ കാർബൺ മാത്രമേ കിട്ടത്തുള്ളൂ. വിച്ച് പ്രോപ്പർട്ടി ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഈസ് എക്സിബിറ്റഡ് ഹിയർ? സൾഫ്യൂരിക് ആസിഡ് എന്ത് പ്രോപ്പർട്ടിയാണ് കാണുന്നത്? ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ. എന്താണ് ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കാർബൺ ഡയോക്സൈഡ് ഹാസ് an ability to absorb chemically combined water or water in the ratio, hydrogen or oxygen in the ratio corresponding to that of water. സൾഫ്യൂരിക് ആസിഡിന് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? വെള്ളത്തിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. അല്ലെങ്കിൽ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജനെയും ഓക്സിജനെയും വെള്ളത്തിന്റെ റേഷ്യോയിൽ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. സോ അങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്ന ഹൈഡ്രജനെയും ഓക്സിജനെയും വലിച്ചെടുത്ത് അവസാനം ആരെ മാത്രം തരും? കാർബൺ മാത്രം തരും. വാട്ട് ഈസ് എ കോമൺ നെയിം ഓഫ് സാൾട്ട്സ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്? ബൈകാർബണേറ്റ്സ്. എന്താണ്? ബൈകാർബണേറ്റ്സ്. ഇപ്പൊ പഠിച്ചോ? ബൈകാർബണേറ്റ്സ്. സോറി സാധാരണ സൾഫ്യൂരിക് ആസിഡിന്റെ സാൾട്ടുകളെ വിളിക്കുന്ന പേരാണ് സൾഫേറ്റുകൾ. എന്ത് വിളിക്കും? സൾഫേറ്റ് എന്ന് വിളിക്കും. സൾഫ്യൂരിക് ആസിഡിന്റെ സാൾട്ടുകളെ വിളിക്കുന്ന പേരാണ് സൾഫേറ്റ്. ഓക്കെ അല്ലേ? അടുത്ത വാട്ട് ഈസ് ഇലക്ട്രോപ്ലേറ്റ്? എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റലിന്റെ മുകളിൽ മറ്റൊരു മെറ്റലിന്റെ കൊണ്ടുള്ള കോട്ടിങ് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുക. ഇനി വിച്ച് ഈസ് ദ ഇലക്ട്രോലൈറ്റ് യൂസ് ഇൻ ദ ഇലക്ട്രോപ്ലേറ്റിംഗ് ഓഫ് കോപ്പർ ഓൺ ആൻ അയൺ ബാങ്കിൾ? ഒരു അയൺ ബാങ്കിളിന്റെ മുകളിൽ കോപ്പർ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഏത് ഇലക്ട്രോലൈറ്റിനെയാണ് നമ്മൾ യൂസ് ചെയ്യുക? ഏത് ഇലക്ട്രോലൈറ്റിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? കോപ്പറിനെ അയൺ ബാങ്കിളിൽ കോട്ട് ചെയ്യാം. സോ കോപ്പറിനെ നമുക്ക് അയൺ ബാങ്കിളിനകത്ത് കോട്ട് ചെയ്യണം. കോപ്പറിനെ നമുക്ക് അയൺ ബാങ്കിളിനകത്ത് കോട്ട് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചേക്കുന്നത്? ശ്രദ്ധിച്ചേക്കുക. നമ്മൾ ഇവിടെ അയൺ ബാങ്കിളാണ്. ഓക്കെ, ഇവിടുത്തെ ആഭരണം ഏതാ? ഓർണമെന്റ് ഏതാ? ഓർണമെന്റിന് നമ്മൾ എപ്പോഴും നെഗറ്റീവിൽ വേണം കണക്ട് ചെയ്യാൻ വേണ്ടി. റോഡിനെ എപ്പോഴും പോസിറ്റീവിൽ വേണം കണക്ട് ചെയ്യാൻ വേണ്ടി. ഇവിടുത്തെ ഓർണമെന്റ് ഏതാ? അയൺ ബാങ്കിളാണ്. സോ അയൺ ബാങ്കിളിനെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? അയൺ ബാങ്കിളിനെ എപ്പോഴും എന്ത് ചെയ്യണം? നെഗറ്റീവിൽ കണക്ട് ചെയ്യണം. റോഡിനെ എപ്പോഴും എന്ത് ചെയ്യണം? കോപ്പറിനെ എന്ത് ചെയ്യണം? പോസിറ്റീവ് കണക്ട് ചെയ്യണം. പക്ഷെ ചോദ്യം അതല്ല. വിച്ച് ഈസ് ദ ഇലക്ട്രോലൈറ്റ് ഈസ് യൂസ്ഡ്? ഏത് ഇലക്ട്രോലൈറ്റിനെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്? ശ്രദ്ധിച്ചേക്കുക. ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഏതാണോ നമ്മൾ എടുക്കുന്ന റോഡ്, ആ റോഡിനനുസരിച്ചുള്ള ഇലക്ട്രോലൈറ്റ് ആണ് എടുക്കാൻ വേണ്ടി. ഇവിടെ കോപ്പറിന്റെ റോഡിൽ എടുത്തത്, അപ്പോൾ ഇവിടെ എടുക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്തായിരിക്കും? CuSO4, കോപ്പർ സൾഫേറ്റ്. ഓക്കെ ആണോ? So a picture of galvanic cell is given below. What is the energy change taking place in the galvanic cell? ഒരു galvanic cell നടക്കുന്ന എനർജി ചേഞ്ച് എന്താണ്? ഓക്കെ, ശ്രദ്ധിക്കുക. എന്താണ് ഒരു galvanic cell നടക്കുന്ന എനർജി ചേഞ്ച്? എടാ, അത് കെമിക്കൽ എനർജി എന്തായിട്ട് മാറും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജിയാണ്. ഐഡന്റിഫൈ ദ ആനോഡ് ഇൻ ദ ഗിവൺ സെൽ. ഇതിനകത്തുള്ള ആനോഡ് ആരാണ്? എപ്പോഴും റിയാക്ടിവിറ്റി കൂടിയ ആളാണ് ആര്? ആനോഡ്. അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആളാണ് ആര്? ആനോഡ്. ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആരാ? സിങ്ക് ആണ് ഇവിടുത്തെ ആനോഡ്. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ആനോഡ്. ആനോഡ് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ. ആനോഡ് എപ്പോഴും എന്ത് നടക്കുക? ഓക്സിഡേഷൻ നടക്കുക. സോ Zn gives Zn2 plus 2 electron. In which electron does oxidation take place? എവിടെയാണ് ഓക്സിഡേഷൻ നടക്കുക? ആനോഡിലാണ് ഓക്സിഡേഷൻ നടക്കുക. ആനോഡ്. Write the chemical equation of redox reaction of the cell. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം
ഓക്സിഡേഷൻ ഇക്വേഷൻ എഴുതണം, റിഡക്ഷൻ ഇക്വേഷൻ എഴുതണം. ആദ്യം ഓക്സിഡേഷൻ ഇക്വേഷൻ പറയണം. Zn gives Zn2 plus 2 electron. ഓക്കെ, ഇനി റിഡക്ഷൻ ഇക്വേഷൻ പറ. Cu2 plus 2 electron gives Cu. എന്നോട് പ്ലസ് ചെയ്യാം. 2 ഇലക്ട്രോൺ എന്ത് ചെയ്തു? ക്യാൻസൽ ആയി പോകും. സോ Zn plus Cu2 plus gives Zn2 plus Cu എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ. സോ ശ്രദ്ധിക്കാം. C2H4, C3H6, C4H8 are the members of hydrocarbon family. ഇവരെല്ലാം ഹൈഡ്രോകാർബൺ ഫാമിലിയുടെ ഒരു മെമ്പർ ആണ്. ഓക്കെ, ടു വിച്ച് ഹൈഡ്രോകാർബൺ ഫാമിലി ഡു ദീസ് കോമ്പൗണ്ട്സ് ബിലോങ്സ്? ഇതിൽ ഏത് ഹൈഡ്രോകാർബൺ ഫാമിലിയാണ് ഈ കോമ്പൗണ്ടിൽ ബിലോങ് ചെയ്യുക? നമ്മൾ 3 ടൈപ്പ് ഫാമിലിയെ പഠിച്ചു. ഒന്ന് ആൽക്കെയിൻ, 2 ആൽക്കീൻ, 3 ആൽക്കൈൻ. ഓക്കെ അല്ലേ? ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. ആൽക്കെയിന്റെ കെമിക്കൽ ഫോർമുല എന്തായിരുന്നു? CnH2n plus 2. ആൽക്കൈനോ, ആൽക്കീനോ CnH2n. ആൽക്കൈനോ CnH2n minus 2. അതായത് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടി എടുക്കുക, 2 കൂട്ടുക. ഡബിൾ ബോണ്ട് ആണെങ്കിൽ കാർബൺ എണ്ണത്തിന്റെ ഇരട്ടി എടുക്കുക. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ കാർബൺ എണ്ണത്തിന്റെ ഇരട്ടി എടുക്കുക, 2 കുറയ്ക്കുക. അപ്പോൾ ഇവിടെ നോക്കണം, കാർബൺ എണ്ണം എത്ര? 2. 2ന്റെ ഇരട്ടിയാണ് 4, 3ന്റെ ഇരട്ടിയാണ് 6, 4ന്റെ ഇരട്ടിയാണ് 8. അപ്പൊ ഇത് ഏത് ബോണ്ടാണ്? ഉറപ്പായിട്ടും ഡബിൾ ബോണ്ടാണ്, അഥവാ ഇത് ഏതാണ്? ആൽക്കീനാണ്. Write any 2 reasons for including these compounds as members of homologous series. ഇവരെ ഹോമോലോഗസ് സീരീസിൽ ഉൾപ്പെടുത്താൻ കാരണമായ 2 കാരണങ്ങൾ എഴുതുക. നമ്മൾ ഹോമോലോഗസ് സീരീസിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചില്ലേ? അതങ്ങ് എഴുതി വെച്ചിരുന്നാൽ മതി. എന്താണ്? They have a difference of the Paxi members have a difference of CH2 group. അതേപോലെ they have similar chemical properties. They show a gradual increase in their physical properties. അതിൽ ഏതെങ്കിലും 2 പോയിന്റ് എഴുതി വെച്ചിരുന്നാൽ മതി. ഓക്കെ, സോ ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ചെയ്തു തരാം. Suggest a method to prepare hydrogen chloride using sulfuric acid. Sulfuric acid എങ്ങനെ ഹൈഡ്രജൻ ക്ലോറൈഡ് അഥവാ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാക്കാം? നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മൾ സൾഫ്യൂരിക് ആസിഡിനെ ഏതെങ്കിലും സോൾട്ടുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആസിഡ് കിട്ടും. സോ Cl വരുന്ന ഏതെങ്കിലും സോൾട്ട് എടുത്താൽ മതി, നമുക്ക് എന്ത് കിട്ടും? സൾഫ്യൂരിക് ആസിഡ്. നോക്കാം നമുക്ക്. സോ H2SO4 പ്ലസ് Cl വരുന്ന ഏതെങ്കിലും സോൾട്ട് വരണം, NaCl ഇടുക. NaCl gives. ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന Cl-ഉം ഇവിടെ ഇരിക്കുന്ന H-ഓട് എന്ത് ചെയ്യും? ഒളിച്ചോളും. എന്ത് കിട്ടും? HCl കിട്ടും. ഇവിടെ ഇരിക്കുന്ന Na-യും ഇവിടെ ഇരിക്കുന്ന ബാക്കി ഒരു H പോയതേ ഉള്ളൂ, ബാക്കി എത്ര ഉണ്ട്? ഒരു H ഉണ്ട്. സോ NaHSO4 കിട്ടും. ഓക്കെ അല്ലേ? അതായത് ദ ഇക്വേഷൻ ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. This is നോക്കൂ. How many carbon atoms are there in the main chain of this compound? ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? എല്ലാ ആറ്റത്തിൽ നിന്ന് എണ്ണുക. 1 2 3 4 1 2 3 4 5. സോ ഇതാണ് നമ്മുടെ എന്ത്? മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. 5 കാർബൺ വരുന്നത്. ഓക്കെ, എത്ര ആൾക്കാരുണ്ട് മെയിൻ ചെയിനിൽ? 5 പേരുണ്ട്. അതായത് IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ട് IUPAC നെയിം എഴുതുക. സിമ്പിൾ. നോക്ക്, ആദ്യം എന്ത് ചെയ്യണം? കാർബൺ നമ്പർ ചെയ്യുക. 1 2 3. മൂന്നാമത്തെ കാർബണിൽ ബ്രാഞ്ച് വന്നു. 1 2 3. മൂന്നാമത്തെ കാർബണിൽ ബ്രാഞ്ച് വന്നു. ഏത് ബ്രാഞ്ചാണ്? അതായത് മീത്തൈൽ ബ്രാഞ്ചാണ്. എത്ര നമുക്ക് കിട്ടിയ നമ്പർ? 2 3 ആണ് കിട്ടിയത്. അപ്പൊ ഏതെങ്കിലും ഒരു 3 എടുക്കുക. 3 മീത്തൈൽ, മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻഡേൻ. ഓക്കെ, അനലൈസ് ദ ഗിവൺ കെമിക്കൽ ഇക്വേഷൻ, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫസ്റ്റ് മെമ്പർ ഓഫ് ആൽക്കൈൻ ഫാമിലി. ആൽക്കൈൻ ഫാമിലിയിലെ ഫസ്റ്റ് മെമ്പർ ആരാണ്? ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ആരാ? ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ആരാ? ട്രിപ്പിൾ ബോണ്ട് വരുന്ന ആളാണ് നമ്മൾ എന്ത് വിളിക്കുക? ആൽക്കൈൻ എന്ന് വിളിക്കുക. ശ്രദ്ധിക്കുക, ട്രിപ്പിൾ ബോണ്ട് വരണമെങ്കിൽ അവിടെ എന്ത് വേണം? മിനിമം 2 കാർബണെങ്കിലും വേണം. ഓക്കെ അല്ലേ? സോ
അപ്പോൾ നമ്മുടെ ട്രിപ്പിൾ ബോണ്ട് വരുന്ന ആൽക്കൈൻ ഫാമിലിയുടെ ജനറൽ ഇക്വേഷൻ എന്താ? CnH2n-2. അപ്പൊ എന്നിന് വരെ എന്തിട്ട് കൊടുക്കുക? എൻ എന്ന് പറഞ്ഞ കാർബൺ ഉണ്ടാവും, മിനിമം 2 കാർബൺ വേണ്ടേ, എന്ന് 2 ഇട്ട് കൊടുക്കുക. C2H2 ഇൻറ്റു n വരും 2 -2. C2 2 ന് 2 എത്ര? 4. 4 - 2 2. C2H2. C2H2. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. Which is the white precipitate obtained when a few drops of barium chloride solution are added to dilute sodium sulfate solution. Sodium sulfate solution ആകത്തോട്ട് sodium sulfate എന്ന് പറഞ്ഞാൽ എന്താണ്? Na2SO4. അതിനകത്തോട്ട് എന്ത് ചെയ്തു? കുറച്ച് ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്തു. ബേരിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? BaCl2 ആഡ് ചെയ്തു. ഒരു ഡബിൾ ഡീകമ്പോസർ റിയാക്ഷൻ നടക്കുക. ഇയാളുടെ കൂടെ പോവും, ഇയാളുടെ കൂടെ പോവും. എന്ത് കിട്ടും? BaSO4 പ്ലസ് NaCl. ഇവിടെ എന്താണ്? NaCl എന്തായാലും പ്രസിപ്പിറ്റേറ്റ് ആവില്ല എന്ന് നമുക്കറിയാം. പിന്നെ എന്തായിരിക്കും പ്രസിപ്പിറ്റേറ്റ്? BaSO4 ആയിരിക്കും വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. ഓക്കെ 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 ഓക്കെ. ഗ്രാഫിന്റെ ഏത് ഭാഗമാണ് സന്തുലനാവസ്ഥയെ സൂചിപ്പിക്കുന്നത്? വിച്ച് പാർട്ട് ഓഫ് ദിസ് ഗ്രാഫ് ഷോസ് കെമിക്കൽ ഇക്വിലിബ്രിയം? ഏതാണ്? എ ആണ്. ഇത് ഫോർവേഡ് റിയാക്ഷൻ ആണ്. ഇത് ഇത് ഫോർവേഡ് റിയാക്ഷൻ. ആദ്യം ഭയങ്കര കൂടുതലായിരുന്നു, പിന്നെ പതുക്കെ പതുക്കെ കുറഞ്ഞു വരും. ഇത് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. സി എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം ആണ്. വൈ കെമിക്കൽ ഇക്വിലിബ്രിയം ഈസ് കോൾഡ് ഡൈനാമിക് ഇക്വിലിബ്രിയം? എന്തുകൊണ്ടാണ് കെമിക്കൽ ഇക്വിലിബ്രിയത്തിനെ ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്? ബിക്കോസ് എന്താണ്? അവിടെ റിയാക്ഷൻ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവിടെ ഒരിക്കലും സ്റ്റോപ്പ് ആവുന്നില്ല. സ്റ്റാറ്റിക് അല്ല ഒരിക്കലും. റിയാക്ഷൻ നടക്കാണ്ടിരിക്കുന്നില്ല. എന്താ അവിടെ വ്യത്യാസം? അവിടെ റിയാക്ഷന്റെ സ്പീഡ് രണ്ട്, ഫോർവേഡ് റിയാക്ഷന്റെ ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡ് സെയിം ആണെന്നേ ഉള്ളൂ. പക്ഷെ എന്ത് നടക്കുന്നില്ല? റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നില്ല അവിടെ. ഓക്കെ. The structural formula of hydrocarbon is given below. How many carbon atoms are in the main chain? Main chain എത്ര കാർബൺ ഉണ്ട്? അത് എണ്ണ. ഏതാണ് മെയിൻ ചെയിൻ? എല്ലാ ഭാഗത്തും എല്ലാ സൈഡിൽ എണ്ണി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടും ഇതാണ് മെയിൻ ചെയിൻ. ഓക്കെ. മെയിൻ ചെയിൻ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 6 കാർബൺ ഉണ്ട്. ഐഡന്റിഫൈ ദ പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ചസ്. ബ്രാഞ്ചസിന്റെ പൊസിഷൻ നമ്പർ കണ്ടുപിടിക്കുക. രണ്ട് സൈഡിൽ നിന്ന് നമ്പർ ഇടുക. 1 2 3 4. അപ്പൊ 2 3 1 2 3 4 5. 3 5. ഏതാ ചെറിയ നമ്പർ? 2 3 ആണ്. സോ പൊസിഷൻ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 3. ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഏത് ബ്രാഞ്ചാണ് വന്നേക്കുന്നത്? മീഥൈൽ ബ്രാഞ്ച് ആണ്. സോ എന്ത് വരും പേര്? 2,3. എന്ത് ചെയ്യണം? എത്ര മീഥൈൽ ഉണ്ട് അവിടെ? 2 മീഥൈൽ ഉണ്ട്. ഡൈമീഥൈൽ. 2 ഉണ്ടെങ്കിൽ എന്ത് ചേർക്കണം? ഡൈ ചേർക്കണം. മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻഡ് ഹെക്സൈൻ. ഓക്കെ. Okay. Some information about an organic compound is given below. It has 3 carbon atoms in its main chain. അതിനകത്ത് 3 കാർബൺ ആറ്റം ഉണ്ട്. ഓക്കെ. 1 2 3. അപ്പോഴേങ്ങ് വരയ്ക്കാം. ഓക്കെ. It has an hydroxyl group attached to the second carbon. രണ്ടാമത്തെ കാർബൺ എന്തുണ്ട്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ആയിക്കോട്ടെ. The structural formula of this organic compound. ഈ ഓർഗാനിക് കോമ്പൗണ്ട് സ്ട്രക്ചറൽ ഫോർമുല എഴുതാൻ. ഒരു ബോണ്ട് പോയി, ബാക്കി എത്ര ബോണ്ട്? ബാക്കി എത്ര ബോണ്ട്? 3 ബോണ്ട്. ബാക്കി 3 ബോണ്ട്. ഇവിടെ 3 ബോണ്ട് പോയി, ബാക്കി ഒരു ബോണ്ട്. ഒരു ബോണ്ട് പോയി, ബാക്കി 3 ബോണ്ട്. മോളിക്കുലാർ ഫോർമുല. മോളിക്കുലാർ ഫോർമുല എഴുതാൻ. 1 2 3. C3 3 3 3 6 6 1 7 7 1 8 H8. പിന്നെ ഒരു ഓക്സിജൻ ഉണ്ട് ബാക്കി. സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഫങ്ഷണൽ ഐസോമർ പഠിച്ചില്ല. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് ഐസോമർ. ഈ ഐസോമറിന്റെ IUPAC നെയിം എഴുതാൻ. എന്തോ ഒരുപാട് പേര്. എത്രാമത്തെ? ആദ്യം എന്ത് ചെയ്യണം? മെയിൻ ചെയിന്റെ പേര് എഴുതാം. മെത്ത് എത്ത് പ്രൊപ്പ് പ്രൊപ്പാൻ എന്ന് എഴുതി ഹൈഫൺ ഇടുക. 1 രണ്ടാമത്തെ കാർബണാണ് എന്തിരിക്കുന്നത്? ഓയിച്ചിരിക്കുന്നത്. പ്രൊപ്പാൻ 2 ഓൾ. ഓയിച്ചെന്ന് എന്താ വിളിക്കുക? ഓളെന്നാണ് വിളിക്കുക.